ജെറിൻ മാത്യു എന്ന് നമ്മൾ വിളിക്കുന്ന ജെറിൻ മാത്യു വിധേയത്തിലാണ്. ഞാൻ അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലില് ഒരു ഫിലിം ഫെസ്റ്റിവൽ, ഡോൺ ബോസ്കോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അതില് ജെറിൻ തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ലുമോറിന്റെ വൈബ്രെ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ഇപ്പോഴും നമുക്ക് നമ്മുടെ യൂട്യൂബുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓൺലൈനായിട്ടായിരുന്നു അതിന്റെ വോട്ടിംഗ് നടന്നത്. ആ ഡോൺ ബോസ്കോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജെറിൻ മാത്യു വിധേയത്തിലാണ്. അതുകൊണ്ട് തീരുന്നില്ല അദ്ദേഹത്തെ ആദരിക്കാനുള്ള ആ ഒരു വൃത്തം. അടുത്തതായിട്ട് നമ്മുടെ മോഡൽ യുണൈറ്റഡ് നേഷൻ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അദ്ദേഹം ബാംഗ്ലൂര് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഇനി നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവില്, ലോകത്ത് നടക്കുന്ന സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവില് ഈ വരുന്ന 31-ാം തീയതി അദ്ദേഹം സിംഗപ്പൂർക്ക് സെലക്ഷൻ കിട്ടി പോവുകയാണ്. ഇത്രയും വലിയൊരു വ്യക്തി നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഈ കുട്ടിയെ നമ്മൾ ഒരു നല്ല കൈയോടുകൂടി നമ്മൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. അവൻ പോകുന്ന അടുത്ത സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിന്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ജെറിൻ മാത്യു വിജയത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ ജബാർ അവർ ക്ഷണിക്കുന്നു. അതിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജെറിൻ മാത്യു വിജയത്തിനെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ജെറിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇനിയും ഒത്തിരി ഉയരങ്ങൾ കീഴടക്കി നമ്മുടെ മീറിക്കോടിന്റെ പേരും പ്രശസ്തിയും നമ്മുടെ അസോസിയേഷന്റെ പേരും പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീ സാബു പണ്ടിക്കൽ അവരുടെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു.